വെൽക്കം ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യാ സൊല്യൂഷൻസ്. ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾ ഔട്ട് എന്താണ്, ലെജൻഡ് വ്യൂസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രിൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ PDF ആയിട്ട് ആക്കാനായിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ഒവ്വൊരു വ്യൂസും. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ പ്ലോട്ട് സെഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, ദെൻ നമ്മളിപ്പോൾ ഓട്ടോകാഡിലൊക്കെ ഒരു പ്ലാൻ കഴിഞ്ഞതിന് ശേഷം നമ്മളതിനെ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ദർ ഈസ് എൻ ടൈറ്റിൽ ബ്ലോക്ക്. നമ്മൾ പറയും സൈഡിൽ ഈ നെയിം ബ്ലോക്സ് ഒക്കെ കാണും. മീൻസ് ആരാണ് ഓണർ, പിന്നെ അങ്ങനെയൊക്കെ ഒരു ഷീറ്റ് കാണും. അതേപോലെ തന്നെ നമുക്ക് വേറൊരു സംഭവം ഇവിടെ വെക്കാൻ പറ്റും. ദറ്റ് ഈസ് ലെജൻഡ്സ് വ്യൂ. ലെജൻഡ്സ് വ്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ലെജൻഡ്സ് പറയുന്നത് ഇപ്പോൾ നമുക്ക് നമ്പർ ഓഫ് എന്താണ് കോമ്പണൻറ്റ്സ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ്. ഇഫ് ഇൻ കേസ് വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ വിൻഡോസ് ഇത്ര എണ്ണം, അതേപോലെ ഡോർ ആണെന്നുണ്ടെങ്കിൽ ഡോർസ് ഇത്ര എണ്ണം. അപ്പോൾ ഇതിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ പ്രോജക്റ്റ് ബ്രൗസറിനകത്ത് ലെജൻഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സംഭവമുണ്ട്. ഈ ലെജൻഡ്സിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ ലെജൻഡ് എന്നുള്ളത് എടുക്കുക. ഇപ്പോൾ ലെജൻഡ് 1 എന്നുള്ളത് കിട്ടി. ഓക്കെ, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. സ്കെയിൽ നമുക്ക് വെച്ച് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഡീഫോൾട്ടായിട്ടിരിക്കുന്ന 1:50 ആണ്, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അപ്പം ഞാൻ ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുക്കുമ്പോൾ ഇതാണ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ഷീറ്റാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഷീറ്റിൽ നിന്നാണ് നമുക്ക് കോമ്പണൻറ്റ്സ് എന്തൊക്കെയാണോ വേണ്ടത് അതിൻ്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് നമുക്ക് എടുക്കാം. അതെങ്ങനെ വേണമെങ്കിലും ആകാം. ഇപ്പം നമ്മൾ വിൻഡോസിൻ്റെ ലിസ്റ്റ് എടുക്കാം, അതർവൈസ് എന്തൊക്കെയാണ് ഡോർസ് യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ലിസ്റ്റ് എടുക്കാം. അതിനെന്നാ ചെയ്യേണ്ടത് പറഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ബ്ലാങ്ക് ആയിട്ടുള്ള സംഭവമാണ് കിട്ടുക. ഇതിനകത്ത് അനോട്ടേറ്റിൽ പോവുക. അനോട്ടേറ്റിനകത്ത് ഇവിടെ കോമ്പണൻറ്റ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ദർ ഈസ് ആൻ ലെജൻഡ് കോമ്പണൻറ്റ്. ലെജൻഡ് കോമ്പണൻറ്റ് എന്നുള്ളതിനെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ളിടത്ത് ഫുൾ ലിസ്റ്റും കിട്ടും. നമ്മൾ എന്തൊക്കെയാണോ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്, എല്ലാം യൂസ് ചെയ്തിരിക്കുന്നതും അവൈലബിൾ ആയിരിക്കുന്നതും എല്ലാം നമുക്ക് ഇതിനകത്ത് കിട്ടും. ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് വിൻഡോസ് എത്രയാണ്, പിന്നെ ഡോർസ് എത്രയാണ് എന്നുള്ളതാണ് നമ്മളതിനകത്ത് പറയുന്നത്. ഇഫ് ഇൻ കേസ് എന്തെങ്കിലും വാൾ ക്ലാഡിങ്, കർട്ടൻ പാനൽസ് അതൊക്കെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിനകത്ത് ആ ലിസ്റ്റ് നമുക്ക് കിട്ടും. ഞാനിപ്പോൾ നോർമലി ഒരു ഡോറാണ് വെച്ച് കാണിക്കുന്നത്. ഇപ്പോൾ ഡോറിന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഡോർ എടുക്കുക. ഇപ്പോൾ ഡോർ എടുക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് ഫ്ലോർ പ്ലാനിൽ ആ ഒരു ഡോർ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കാണുന്നത്. മേ ബി നമുക്ക് വിൻഡോസ് വേണമെങ്കിലും എടുക്കാം. 1 സെക്കൻഡ്. ഫർണിച്ചേഴ്സ്, വിൻഡോസ് എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതിനകത്ത് ഞാനിപ്പോൾ ഒരു വിൻഡോ എടുക്കാമെന്ന് വെച്ചോ, ഒരു നോർമൽ ഫിക്സ്ഡോ കേസ്മെൻറ്റോ നമ്മൾ ഇവിടെ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത് ആ ഒരു സംഭവം നമ്മൾ എടുക്കുക. അപ്പോൾ എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഈ ഫ്ലോർ പ്ലാൻ വ്യൂ മീൻസ് ഹെലികോപ്റ്റർ വ്യൂ, മേലിൽ നിന്നുള്ള ഒരു ടോപ്പ് വ്യൂ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇഫ് ഇൻ കേസ് ടോപ്പ് വ്യൂ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കതുപോലെ ചെയ്യാം. അതർവൈസ് നമ്മൾ എന്ത് ചെയ്യുക, എലിവേഷൻ വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇങ്ങനത്തെ വിൻഡോസ് ഇത്രയാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഞാൻ വൺ മോർ തിങ് ഒരെണ്ണം കൂടെ എടുക്കാം. കോമ്പണൻറ്റ് ലെജൻഡ്സ്. പിന്നെ ഇതിനകത്ത് ഡോർസ് ആണെങ്കിൽ ഇപ്പോൾ ഡോർ എടുക്കാം. നമുക്ക് ലൈറ്റിങ്സ് വരെ നമ്മളിങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒന്ന് കാണിക്കുന്നത്, ലിസ്റ്റ് നമുക്ക് കാണിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് സിംഗിൾ ഡബിൾ പാനൽ എടുക്കാം. MD എന്നുള്ളതാണല്ലോ ഞാൻ ഇവിടെ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ഒരു ഡബിൾ ഡോർ എന്നുള്ളത് കൂടെ ഞാൻ എടുക്കുക. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ടേബിൾ കോളം ഒന്നുമില്ല. നമ്മൾ ഡീറ്റെയിൽ ലൈൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ടേബിൾ കോളം പോലെ ഒരു കോളം നമുക്ക് വരയ്ക്കാം. ഇവിടെ ഞാൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ലൈൻ എടുത്തിട്ട് ഇവിടെ ഞാൻ ടൈറ്റിലിന് വേണ്ടിയിട്ട് വരച്ചു. ജസ്റ്റ് എക്സാമ്പിൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഞാനിപ്പോൾ ടെക്സ്റ്റ് എന്നുള്ളത് ഞാൻ ടെക്സ്റ്റ് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തിൻ ലൈൻസാണുള്ളത്. ഇതിനകത്ത് വേറെ ലൈൻസ് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലൈൻസ് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്കിത് വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ടെക്സ്റ്റ് എടുത്തിട്ട് ഇവിടെ ഞാൻ പറയുന്നു എന്താണ് കോമ്പണൻറ്റ് എന്താണ് അല്ലെങ്കിൽ യൂണിറ്റ്സ് എന്താണെന്നുള്ളത് എഴുതാം. ഇപ്പോൾ യൂണിറ്റ്സിൻ്റെ നെയിം ആണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ ആകുമ്പോഴത്തേക്ക് നമ്പർ ഓഫ് യൂണിറ്റ്സ് അല്ലെങ്കിൽ ഡയമെൻഷൻസ് എന്ത് വേണമെങ്കിലും കാണിക്കാം. ഇപ്പോൾ ഇവിടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്തായിരിക്കും, ഇങ്ങനെ മാർക്ക് ചെയ്ത് വിടുക, എന്നിട്ട് എഴുതുക. ഇപ്പോൾ ഇതിനകത്തൊരു 5 എണ്ണമാണ് എനിക്ക് ഇങ്ങനത്തെ വിൻഡോസ് വരുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഡോർ ഒരു 3 എണ്ണമാണ് എനിക്ക് കിട്ടുന്നത്. ഇങ്ങനെ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. ഇത് ഞാൻ ഓൺലി ഫോർ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും അല്ലാതെ നമുക്ക് ഇങ്ങനെ വേണ്ട, എനിക്ക് ഇങ്ങനത്തെ ആയിട്ട് വേണ്ട, അല്ലാതെ എനിക്കൊരു ഫ്ലോർ പ്ലാനായിട്ട് എങ്ങനെയാണോ കാണിക്കുന്നത് ഇതുപോലെ ആണെങ്കിലും മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം. അത് നമ്മുടെ പ്യുവർലി റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ കാണിക്കേണ്ട ക്ലയൻറ്റിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ചിട്ടാണ് നമ്മൾ വെക്കേണ്ടത്. ഇതുപോലെ ഒരു ലെജൻഡ്സ് വ്യൂ ഇത് ഇനി എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം.
കൂട്ടത്തിൽ ഇതേപോലെ ടൈറ്റിൽ ബ്ലോക്സ് അതിനകത്ത് നമുക്ക് ഷീറ്റ് റെവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തോളും റെവിറ്റിൽ വരുന്ന ഷീറ്റ് എന്ന് പറയുന്നത് വിത്ത് ടൈറ്റിൽ ബ്ലോക്കോടെ കൂടെയാണ് വരുന്നത്. പക്ഷേ ലെജൻഡ്സ് വ്യൂ എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ സിമ്പിൾസും വെച്ചിട്ട് ഇത് ഇത്ര എണ്ണം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നോട്ട് ഓൺലി ദിസ് തിങ്സ്, നമ്മൾ ഈ പ്ലംബിംഗ്, ഫിക്ചേഴ്സ്, പൈപ്പിങ് ഇമാതിരിയാണ് ഇതിനകത്ത് കൂടുതൽ വേണ്ടി വരുന്നത്. ഡോർസ്, വിൻഡോസിനെക്കാട്ടിലും ഈ പ്ലംബിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും എത്ര ജോയിൻറ്റ്സ് വേണം, എത്ര ബെൻഡ് വേണം, എത്ര സ്പ്രിംഗ്ലർ വേണം, പിന്നെ വാൾവുകൾ, ഇതൊക്കെയാണ് അവർ മാക്സിമം ഇടുന്നത്. എന്നാലും നമ്മൾ ഈ ആർക്കിടെക്ചറിൽ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡോർസ്, നമ്പർ ഓഫ് വിൻഡോസ്, പിന്നെ ക്ലോസറ്റ്സ് ഐറ്റംസ്, ഇതുപോലത്തെയൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റും. ഓക്കെ, ഇതിനകത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ കോമ്പനൻറ്റിൻ്റെയും സംഭവം ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ വെക്കുന്നത് എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് ഒരു പ്ലാൻ കിട്ടും. ഇതിപ്പോൾ ഫ്ലോർ പ്ലാനിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ വെക്കാം. എത്ര ചെയർസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും കൂടെ ചേർത്ത് നമുക്ക് കൊടുക്കാം. ഇൻറ്റീരിയർ ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ആയിട്ട് ആവശ്യമുണ്ട്. ഇത് നമുക്ക് നേരെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഞാൻ പിന്നെ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഞാനിപ്പോൾ 11.2 പോയി. എന്നാലും പോലും ഈ പ്രോജക്റ്റ് പ്ലാനിനകത്ത്, പ്രോജക്റ്റ് ബ്രൗസറിനകത്ത് ഈ ലിജൻസിനുള്ള അടുത്ത് ഇങ്ങനെ എടുക്കുമ്പോൾ ലെജൻഡ് 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അതർവൈസ് ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ലെജൻഡ് ക്രിയേറ്റ് ചെയ്യാം. വ്യൂവിലെടുക്കുക, വ്യൂവിനകത്ത് ലെജൻസ് പോവുകയാണെന്നുണ്ടെങ്കിൽ ലെജൻഡ് കൊടുക്കുക. ലെജൻഡ് കൊടുക്കുമ്പോഴത്തേക്കും പുതിയത് വരും. ഇതിനെന്ത് വേണമെങ്കിലും, ഇപ്പോൾ ഫേർണിച്ചർ ലിസ്റ്റ് അല്ലെങ്കിൽ വിൻഡോ ലിസ്റ്റ് അല്ലെങ്കിൽ ഡോർ ലിസ്റ്റ്, ഇപ്പോൾ ടൈപ്പ് ഓഫ് ഡോർ ആണ് ഉള്ളത്, മോർ ദാൻ 1 ടൈപ്പാണ് ഡോറാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോർ ലിസ്റ്റ് എന്ന് പറഞ്ഞ് ഒരു ലെജൻഡ് വ്യൂ എടുക്കുക. ഇതിനകത്ത് സിംഗിൾ ഡോർ ഇത്രയാണ്, മെയിൻ ഡോർ ഇത്രയാണ്, ബാത്റൂം ഡോർ ഇത്രയാണെന്നുള്ളതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ ഒരു ലിസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ലെജൻഡ് വ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമുക്ക് കോൾ ഔട്ട്. അപ്പോൾ ഈ ഒരു ക്രോപ്പ് വ്യൂ ഞാൻ കാണണ്ട, അതുകൊണ്ട് ഞാനിങ്ങനെ എടുത്തു. ഇത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കൊടുത്തു. ഓക്കെ, ഞാൻ ഹൈഡ് ചെയ്തു. ഓക്കെ, എനിക്ക് ഇതിനകത്ത് ഇപ്പോൾ ആക്ച്വലി 3D നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരേ ഒരു പോർഷൻ മാത്രമാണ് എനിക്ക് വലുതാക്കി കാണിക്കേണ്ടത്. ഇറ്റ് മേ ബി സ്റ്റേജ് ഒക്കെ ഉള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ സ്റ്റേജ് അല്ലെങ്കിൽ അകത്ത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു വർക്കുകൾ, സ്റ്റോൺ വർക്ക്സ്, ഇതുപോലെ എക്സ്ട്രാ വർക്ക്സ് എന്തെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ കോൾ ഔട്ട് എന്ന് പറയുന്നത്. ഈ 3D വ്യൂ അടുത്ത സെക്ഷൻ അത് നമ്മൾ നോക്കിയായിരുന്നു, അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ കോൾ ഔട്ട്. ഈ കോൾ ഔട്ടിനെ കുറിച്ചിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ട്, എന്നാലും ഇതിനകത്ത് നമുക്കിപ്പോൾ നോക്കാം. ഇപ്പോൾ ഈ ഒരു പോർഷൻ മാത്രം നമുക്ക് മാക്സിമൈസ് ചെയ്യുന്ന രീതിയിൽ ഇത് കാണിച്ചു കൊടുക്കണം. അങ്ങനെയാണ് നമ്മുടെ ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഒരു പ്രിൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കോൾ ഔട്ട് എന്നുള്ളത് എടുക്കുക. റെക്റ്റാങ്കിൾ ആണെങ്കിൽ ഇങ്ങനെ എടുത്താൽ മതി, സ്കെച്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്കായിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ റെക്റ്റാങ്കിൾ എന്നുള്ളത് എടുത്ത് കഴിഞ്ഞിട്ട് ഈ ഒരു കിച്ചൺ പോർഷൻ മാത്രമാണ് എനിക്ക് വലുതാക്കി കാണിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് കണ്ടു ഫ്ലോർ പ്ലാൻസിൽ ലെവൽ 2 ഒരു കോൾ ഔട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നോട്ട് ഓൺലി 1, ഒരെണ്ണം കൂടെ വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ലെവൽ 2 തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എനിക്ക് കൊടുക്കാം. കേട്ടോ, ലെവൽ 2 2 കോൾ ഔട്ട് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു കോൾ ഔട്ട് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ മാത്രമാണ് ഇതിനകത്ത് വലുതായിട്ട് കാണുന്നത്. അതേപോലെ ലെവൽ 2 കോൾ ഔട്ട് 2 എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ മാത്രമാണ് എനിക്ക് വലുതായിട്ട് കാണുന്നത്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു സൈഡിലെ ഒരു ഡോട്ടർ ലൈൻ കാണിക്കുന്നുണ്ടല്ലോ, അത്രയും മാത്രമേ നമ്മുടെ പ്രിൻറ്റിൽ വരത്തുള്ളൂ. അപ്പോൾ അത്രയും സ്പേസിൽ നമുക്ക് കാണിക്കേണ്ട സംഭവങ്ങൾ മാക്സിമൈസ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഈ ഒരു ഏരിയ വലുതായിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ സ്കെയിലുണ്ട്. ഈ സ്കെയിലിന് ഞാൻ 1:200 എന്നുള്ള രീതിയൊക്കെ ഞാൻ കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇതിനെയും വലുതായി ക്ലിക്ക് ചെയ്തിട്ട് ഈ ഫ്ലോർ പ്ലാൻ എന്ന് പറയുന്ന വ്യൂ സ്കെയിൽ ഇവിടെ ഞാൻ 1:200 എന്നുള്ളതൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതുപോലെ എനിക്ക് സ്കെയിൽ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് എനിക്കത് വലുതായിട്ട് കിട്ടുകയും ചെയ്യും. അത് നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ എന്നാന്ന് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഷീറ്റിൻ്റെ സ്പേസിയസ് എങ്ങനെയാണ് പ്ലേസ് ഉണ്ടോ എന്നുള്ളതനുസരിച്ചാണ് ഈ കോൾ ഔട്ട്സ് ചെയ്യുന്ന ബാക്കി എല്ലാത്തിൻ്റെയും സ്കെയിൽ നമ്മൾ വെക്കുന്നത്. അത് പ്ലോട്ട് ആൻഡ് ഷീറ്റിൽ നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കും. ഇപ്പോൾ ലെവൽ 2 2 കോൾ ഔട്ട് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് എത്ര കോൾ ഔട്ട്സ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അത് കഴിഞ്ഞ് നമുക്ക് ഒരു ലെജൻഡ് വ്യൂ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അതും കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യണം, ഒരു കോൾ ഔട്ട് എങ്ങനെയാണ് നോക്കുന്നതിനുള്ളതാണ് ഈ സെഷനിൽ നോക്കിയത്. ബാക്കിയുള്ളത് അടുത്ത സെഷനിൽ നോക്കാം. താങ്ക് യു.